സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ സുസുക്കി ആക്സസ് ഐസ് ക്രീം കളറിൻ്റെ റൈഡ് കണക്ട് എഡിഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ക്രോം കളർ സൈഡ് വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഹാൻഡിൽ കവറിൽ ഹെഡ്ലൈറ്റിന് ഫുൾ ക്രോം ബാഡ്ജിങ് ആണ്. ഫുള്ള് ചുറ്റും നല്ല അടിപൊളി പുതിയ ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് LED ലൈറ്റ്സ് ആണ്. ഹാലജൻ എല്ലാം എടുത്ത് മാറ്റി ഫുൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് യെല്ലോ ഹാലജൻ ലൈറ്റ് ആണ്. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ താഴെ നല്ല അടിപൊളി ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സുസുക്കിയുടെ ഒരു 3D ബാഡ്ജിങ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് വരും. ഈ ഒരു പോർഷൻ വരുന്നത് ഫൈബറാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ മഡ് ഗാർഡ് വരുന്നത് സെയിം ഈ പിസ്ത ഗ്രീൻ കളർ അല്ലെങ്കിൽ ഐസ് ഗ്രീൻ കളറാണ്. അത് മെറ്റലിലാണ് വരുന്നത്. മഡ് ഗാർഡ് ഫെൻഡർ മെറ്റലിലാണ് വരുന്നത്. വാഹനത്തിൻ്റെ സസ്പെൻഷൻ, അതായത് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ലോങ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് ഹൈലി കംഫർട്ടബിൾ ആണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് കമ്പനി കൊടുത്തേക്കുന്നത്. 12 ഇഞ്ചാണ് ടയർ വരുന്നത്. 90/12 ട്യൂബ്ലെസ് ടയറാണ് സ്കൂട്ടറിന് വരുന്നത്. 5 സ്പോക്കുള്ള സുസുക്കി കമ്പനിയുടെ അലോയ് വീൽസും സ്കൂട്ടറിന് വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് ഫ്രണ്ടും ബാക്കും സുസുക്കി കമ്പനി. ഫ്രണ്ട് ഫെൻഡറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോർഷനിലും ഹാർഡ് ഫൈബർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഗ്ലോസി പെയിൻറ്റഡ് ആണ്. ഡ്യുവൽ ടോൺ പെയിൻറ്റിംഗ് ആണ് ഈ ലേറ്റസ്റ്റ് മോഡലിൽ വരുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുകൂടാണ്ട് വൈബ്രയുടെ സിംഗിൾ കാലിപ്പർ ഡിസ്ക് ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ ടോൺ ഷെയ്ഡിൽ 2 കളറാണ് ആയിക്കൂടി വരുന്നത്. ഒന്ന് ഈ ഐസ് ഗ്രീൻ കളർ വരുന്നുണ്ട്, പിന്നെ ഒരു ക്രീം കളർ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയർ പറയുമ്പോൾ ലൈറ്റ് ക്രീം കളറാണ് ഇൻറ്റീരിയർ 2 മോഡലും വരുന്നത്. ഇത് 2024 ആദ്യമായിട്ട് ഇറങ്ങുന്നത്. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് കളറാണ് സ്വിച്ചസ് വരുന്നത്. റൈഡറെ കംഫർട്ടിനായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ, USB ചാർജിങ്ങിനുള്ള ഓപ്ഷൻ സ്കൂട്ടറിൽ ഓൾറെഡി വരുന്നുണ്ട്. കൂടാതെ ഒരു ചെറിയൊരു ഈ ചാർജിങ് ബോർഡിൻ്റെ താഴെയായിട്ട് ചെറിയ ഗ്ലോ ബോക്സ് വരും. 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന ഒരു ഹുക്ക് വരുന്നുണ്ട്. മൾട്ടി ഫങ്ഷൻ കീ സ്വിച്ചാണ് ഈ കാണുന്നത്. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സുസുക്കിയുടെ ആക്സസിൻ്റെ പഴയ മോഡൽ കീ തന്നെയാണ് ഈ 2024 മോഡലിലും സ്കൂട്ടറിനും വരുന്നത്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് ആക്സസ് റൈഡ് കണക്ട് മോഡലിൽ വരുന്നത്. അതിൽ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സുസുക്കിയുടെ ആപ്പായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കോള്, ബ്ലൂടൂത്ത്, SMS, അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജ് ഉള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നോട്ടിഫിക്കേഷൻ കാണിക്കും. നാവിഗേഷൻ സപ്പോർട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടേൺ ചെയ്യാനുള്ള ജസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും. പിന്നെ എക്സസ് സ്പീഡിലേക്ക് പോവുകയാണെങ്കിൽ അതിന് അലർട്ട് വരും. എസ്റ്റിമേറ്റഡ് ടൈം, ഇപ്പോൾ നമ്മളൊരു നാവിഗേഷൻ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ആ പൊസിഷനിൽ എത്താനായിട്ട് എത്ര ടൈം എടുക്കും എന്നുള്ള മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ സ്കൂട്ടർ നമുക്ക് കാണിച്ചു തരും. പിന്നെ ബേസിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ ഹെഡ്ലൈറ്റ്, ഡിം ബ്രൈറ്റ്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൈഡിലായിട്ട് LED ബൾബിൽ ഇങ്ങനെ കാണിക്കുന്നില്ല, യെല്ലോ റെഡ് ലൈറ്റിൽ വണ്ടിയിൽ കാണിക്കുന്നതാണ്. ഈ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും അധികം ലെഗ് സ്പേസ് തരുന്ന ഒരു സ്കൂട്ടറാണ് ആക്സസ് 125. ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗ്യാസ് സിലിണ്ടർ വെച്ചാൽ പോലും നല്ല സ്പേസ് വരും. 160 mm ആണ് സ്കൂട്ടറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ്, എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ സ്കൂട്ടറിന് വരുന്നുണ്ട്. സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഫുഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ ആക്സസിൻ്റെ അടിപൊളി 3D ബാഡ്ജിങ്ങും റൈഡർ കണക്റ്റിൻ്റെ സ്റ്റിക്കറും വരുന്നുണ്ട്. കിക്കർ ഓൾറെഡി വരുന്നൊരു മോഡലാണ്. ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, പല സ്കൂട്ടറിൽ ഇപ്പോൾ കിക്കർ വരുന്നില്ല. എയർ ഫിൽറ്ററാണ് കണ്ടത്. ഇത് ലേഡീസ് ഫുഡ് റെസ്റ്റാണ് വരുന്നത്. സ്കൂട്ടറിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി 124 cc ആണ് എഞ്ചിൻ വന്നത്. 8.7 bhp പവർ വരും. 10 Nm ടോർക്ക് വരുന്നുണ്ട്. മൈലേജ് 50-55 ഇടയിലാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡ് ബ്രേക്സ് വരുന്നത് കേബിൾ ബ്രേക്ക് തന്നെയാണ്, പക്ഷേ കോമ്പി ബ്രേക്ക് സിസ്റ്റം ആണ് ഇപ്പോൾ വരുന്ന എല്ലാ സ്കൂട്ടേഴ്സിനും വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് ടയർ വരുന്നത് 10 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. ടയർ സൈസ് വരുമ്പോൾ 90/10 ആയിരിക്കും സൈസ് വരിക. 90/110 സൈസ് വരുന്നത്. ബാക്ക് സസ്പെൻഷൻ വരുന്നത് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷനാണ്. ഫിക്സഡ് സസ്പെൻഷനാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്ക് ടെയിൽ ലൈറ്റ് വരുമ്പോൾ നോർമൽ ഹാലജൻ ലൈറ്റ്സ് ആണ്, പക്ഷേ അത് കൂടാതെ ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരും. നല്ല നീളത്തിലുള്ള ഒരു അടിപൊളി ബാക്ക് മഡ് ഗാർഡ് സ്കൂട്ടറിന് വരുന്നുണ്ട്. റിയർ ഗ്രാബ് വരുന്നത് സിൽവർ കളറിലാണ്. ഒരു നിഞ്ച സോഡ് ഡിസൈനാണ് അതിൻ്റെ സൈലൻസറിൻ്റെ ഡിസൈൻ വരുന്നത്. ഒരു ഫുള്ളി ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈലൻസർ ഷീൽഡും വരുന്നുണ്ട്. ഓയിൽ ചെക്കിങ് പൈപ്പ് വരും. പിന്നെ സൈലൻസറിൻ്റെ പൈപ്പിനും അഡീഷണൽ ഒരു ഗാർഡ് വരുന്നുണ്ട്. നമ്മുടെ സ്കൂട്ടറിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറൂൺ കളറായിട്ടുള്ള ലെതർ സീറ്റാണ് വരുന്നത്. അതിനൊരു എൻഹാൻസ്മെൻറ്റിനായിട്ടൊരു വൈറ്റ് സ്റ്റിച്ചിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ഉൾഭാഗം ആണ് ഈ കാണുന്നത്. ടൂൾ കിറ്റ് വെക്കാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. നമുക്ക് പിന്നെ വണ്ടി മേടിക്കുമ്പോൾ ഓൾറെഡി ഫസ്റ്റ് എയ്ഡ് കിറ്റും ടൂൾസും വണ്ടിയുടെ കൂടെ വരുന്നുണ്ട്. ഏകദേശം 22 ലിറ്ററാണ് സ്പേസ് വരുന്നത്. ആക്റ്റീവിനേക്കാളും 1 ലിറ്റർ കൂടുതൽ ബൂട്ട് സ്പേസ് ആക്സസിന് കമ്പനി നൽകുന്നുണ്ട്.
പിന്നെ ഫ്യൂൽ ഫില്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന ടൈമിൽ കീ എടുത്ത പെട്രോൾ പമ്പിൽ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് കീ അങ്ങ് കയ്യിലേക്ക് തരും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇനി അതിന് വേണ്ടി അഡീഷണൽ സെൻസർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി 2024 മോഡൽ ആക്സസ് 125 E20 ഫ്യൂൽ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടറിൻ്റെ സൈഡ് വ്യൂ പറയുകയാണെങ്കിൽ ഈ ഡ്യുവൽ ടോൺ കളറാണ്. ഇതൊരു ഐസ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് ഇതിൽ വരുന്നത്. ഇതിൽ മെറൂൺ കളർ സീറ്റാണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2024 സെയിലാവുന്നതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ആക്സസിൻ്റെ സ്കൂട്ടർ ഈ പാറ്റേൺ തന്നെയാണെന്ന് പറയാം. നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാം. ഈ വാഹനത്തിൻ്റെ ആകെ വെയിറ്റ് 103 കിലോ ആണ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5 ലിറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് ഏകദേശം 773 mm വരുന്നുള്ളൂ. ഒരു ആവറേജ് ഹൈറ്റുള്ള ഒരാൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഒരു 5.2 ഹൈറ്റിന് മുകളിലേക്കുള്ള ആളുകൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്കൂട്ടറാണ് വരുന്നത്. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു മൈലേജും കിട്ടും. ഒരു 50-55 ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഇനി സ്കൂട്ടറിൽ ഇരുന്നാലുള്ള ഒരു എന്താ പറയുക, നമ്മൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാനൊരു 6 അടി പൊക്കമുള്ള ഒരാളാണ്. ഞാൻ ഇരുന്നിട്ടും എനിക്കിവിടെ ലെഗ് സ്പേസ് ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, അത് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്സസ് 125ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.